ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനാണ്. എനിക്ക് ഇന്നലെ രാവിലെയാണ് ജപം ഇട്ട് തന്നത്. ഇന്ന് തുടങ്ങാനാണ്. അത് ഞാൻ എന്താണ് അതിന് മറുപടി പറയാം. ജപം ചെയ്യാനായിട്ട് മുഹൂർത്തം നോക്കാനോ രാശി വെച്ച് നോക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ജപം കിട്ടിയാൽ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ തരാൻ നേരം വൈകിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂർത്തിനെ ജപിച്ച് തുടങ്ങാം. ജപമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനം. പണ്ട് കാലത്ത് നമുക്ക് ജപം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ മുല്ല കൂമ്പൊന്ന് തല കുമ്പിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഇനി പള്ളിയിൽ പള്ളീനെ കാണുമ്പോൾ ഞാനും ഇപ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയുടെ മുന്നിൽ കൂടെ പോകുമ്പോഴൊക്കെ തോന്നുന്നു കുരിശ് വരയ്ക്കും. കുരിശ് വരയ്ക്കുന്നത് ശരിയാണോ തെറ്റാണോ, ശരിയായിട്ടുള്ള രീതിയിലാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ കുരിശ് വരയ്ക്കും. അതുപോലെ മുസ്ലിം പള്ളിയുടെ മുന്നിൽ കൂടെ പോവുകയാണെങ്കിൽ നമ്മളൊന്ന് തല കുമ്പിടും. അതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായതിൻ്റെ ആ ഗുണങ്ങളാണ് അന്ന് കാലത്ത് നമുക്കെല്ലാവർക്കും അനുഭവിച്ചിരുന്നത്. അന്ന് കാലത്ത് സമ്പത്തിനും സന്തോഷത്തിനും സൗഭാഗ്യത്തിനൊന്നും കുറവുണ്ടായിരുന്നില്ല. ഇന്ന് അതല്ലല്ലോ. ഇന്ന് മാറ്റം വന്നില്ലേ. ഇന്ന് കലഹമാണ് മുഴുവൻ. എവിടെ നോക്കിയാലും കലഹമാണ്. നാട്ടിൽ കലഹം, രാജ്യത്ത് കലഹം, കുടുംബത്ത് കലഹം, എവിടെയും കലഹം മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലത്തെ നെഗറ്റീവ് എനർജിയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ നെഗറ്റീവ് എനർജീനെ ജപത്തിലൂടെ മാറ്റുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ആ കലഹം പോയി സമാധാനം വരും. സമാധാനം വരുന്നിടത്ത് ഐശ്വര്യം വരും. ഐശ്വര്യം വരുന്നിടത്ത് എന്തുണ്ടാവും? സമ്പത്ത് വരും. സമ്പത്ത് വരുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരു സമ്പൽ സമൃദ്ധിയും നമ്മുടെ കുടുംബത്തിലുള്ള ഐശ്വര്യം ഇതൊക്കെ വന്ന് ഭവിക്കും. അതാണ് ജപത്തിൻ്റെ ഗുണം. അതായത് ഇത് കൃത്യമായിട്ട് ഈ ഒരു കാര്യം ആചാരം കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ്. അവർ എന്തൊക്കെ വന്നാലും അവർ 5 നേരം നിസ്കാരം മുടക്കില്ല. അതിനുള്ള ഉയർച്ചയും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അതിൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ അവർക്ക് മാത്രമേ കാശുള്ളൂ. അവർക്ക് എന്താണ് കാശുള്ളത്? അവർ ദിവസവും ജപിക്കും. അവരുടെ ഭഗവാൻ ആരാണോ അവരെ ജപിച്ച് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാവണം. ഇതൊന്നും നമ്മൾ ആരും നോക്കണില്ല. പണ്ട് ക്രിസ്തീയ സമുദായത്തിലും കൃത്യമായിട്ടൊരു സമയത്ത് ജപം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള ഐശ്വര്യം കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ പള്ളിയെ പോക്ക് തന്നെ വളരെ അപൂർവമാണ്. പലരും പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പണ്ട് കാലത്തൊക്കെ ഒരു 7 മണി 8 മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാണാം? ഒരു പ്രാർത്ഥന കേൾക്കാം. സ്വർഗസ്ഥനായ പിതാവെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല പറയാനായിട്ട്. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഇല്ലാത്തതിൻ്റെ നഷ്ടങ്ങളാണ് നമുക്ക് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഈ നഷ്ടങ്ങൾ നികത്താനാണ് ജപം പറയുന്നത്. അപ്പോൾ ജപത്തിന് മുഹൂർത്തവും മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ടതായിട്ടില്ല. അത് കൃത്യമായിട്ട് ജപിക്കുക. ഇനിയിപ്പോൾ ലാലൂർ ദേവസ്ഥാന മൂർത്തിനെ തന്നെ ജപിക്കാൻ ഞാൻ പറയാറില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂർത്തി ഏതോ ആ മൂർത്തിനെ കൃത്യമായിട്ട് ജപിച്ചാൽ നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളുടെ നെഗറ്റീവിനെ റിമൂവ് ചെയ്ത് അവിടെ പോസിറ്റീവായ ഭഗവാൻ കയറിയിരിക്കും. ഭഗവാൻ കയറിയിരുന്നാൽ നിങ്ങൾ എന്തിനെ പേടിക്കണം? ഒന്നിനും പേടിക്കേണ്ടതായിട്ടില്ല. മറ്റുള്ള ദുഷ്ടശക്തികൾ നിങ്ങളെ ആക്രമിക്കുമോ? ഇല്ല. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല ഭഗവാൻ അവിടെ ഇരിക്കണോടത്തോളം. അതൊക്കെയാണ് ഇതിൻ്റെ ശാസ്ത്രം. ഞാൻ ഇവിടെ അത്ഭുതങ്ങളോ അല്ലെങ്കിൽ ഞാനിവിടെ എന്തെന്നാ പറയുക മാജിക്കൊന്നും കാണിക്കുന്നില്ല. എനിക്കുള്ള അറിവ്, ഞാൻ പഠിച്ച അറിവ്, ഞാൻ ഇന്നലെ വരെ ചെയ്തതൊക്കെ തെറ്റായിരുന്നു. ആ തെറ്റുകളിൽ നിന്ന് ഞാൻ തിരുത്തലുകളോട് കൂടിയിട്ട് ഞാൻ തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നിട്ടുള്ള അറിവുകളാണ് നിങ്ങൾക്ക് തരുന്നത്. ആ അറിവിലൂടെ നിങ്ങളിൽ ഒരാളെങ്കിലും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവണം. അല്ലാണ്ട് ലാലൂരിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നത് വെറുതെ അല്ല. നിങ്ങളുടെ ഉള്ളിലത്തെ നെഗറ്റീവിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു ഗുരുവിൻ്റെ ഉപദേശമായിട്ട് എനിക്ക് സാധിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് ഏവർക്കും പറ്റും. നിങ്ങളും മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ശാസ്ത്രം. ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം.